ശ്യാം പ്രസാദ് ഉത്തമനും അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശ്യാം പ്രസാദിലേക്ക്. ശ്യാം പ്രസാദ്, നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. തുടർ നടപടികൾ എന്താണ്? കോടതിയിൽ നിന്നും നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മൂർത്തി 12:45 കൂടിയാണ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ഈ CJM കോടതി 2-ൽ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ഇവിടെ ഹാജരായിരുന്നു. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുക. അല്പ നിമിഷത്തിനകം തന്നെ കോടതി നടപടികളിലേക്ക് കടക്കും. 12:45 കൂടിയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് തയ്യാറാക്കിയത്. പോലീസ് ഇതിനൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരത്തിലുള്ള അവഹേളനങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇതൊരു മാതൃകാപരമായ രീതിയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്ന കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നു. ആ രീതിയിൽ തന്നെയായിരിക്കും പോലീസ് ഈ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ഡിജിറ്റൽ തെളിവുകളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 75(1) അതോടൊപ്പം തന്നെ 75(4) എന്നീ 2 വകുപ്പുകളാണ് പ്രധാനമായിട്ടും ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IT ആക്ടും ഇത് സംബന്ധിച്ച് ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളും അതോടൊപ്പം തന്നെ ജാമ്യമില്ലാത്ത കുറ്റങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഈ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുക. അല്പ നിമിഷത്തിനകം തന്നെ കോടതി നടപടികളെല്ലാം തന്നെ ആരംഭിക്കും. അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് ഹാജരാക്കുവാനായി ഇറങ്ങുമ്പോൾ പോലും വളരെ സ്വാഭാവികമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. പുലർച്ചെ ഈ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ വിശദീകരണം നൽകി. അതായത് കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ശങ്കർ. കോടതിയിൽ ഇരു കൂട്ടരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ജാമ്യാപേക്ഷയാണ്, അത് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും. മറ്റൊന്ന് കസ്റ്റഡി അപേക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നുമാണ്. ഏത് തരത്തിലായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? ബോബി ചെമ്മണ്ണൂരിന് ജയിലിലേക്കുള്ള വഴി തുറക്കാനുള്ള സാധ്യതയാണോ, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണോ? നിയമവിദഗ്ധരുടെ അഭിപ്രായം എങ്ങനെയൊക്കെയാണ് അരുൺ? എന്തായാലും ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. കാരണം അത്തരത്തിലുള്ള ചട്ടങ്ങളും ഒക്കെ വകുപ്പുകളുമൊക്കെ ഈ കേസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജാമ്യം ലഭിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കേസിന്റെ പരാതി ലഭിച്ച് 18 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂറിന് ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇനി ഈ കേസിൽ കൂടുതലായിട്ട് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യാൻ ഇല്ല എന്നൊരു നിലപാട് പോലീസുണ്ട്. കാരണം കഴിഞ്ഞ രാത്രി മുഴുവൻ ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുമെന്നുള്ളതാണ് പോലീസ് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ബോബി ചെമ്മണ്ണൂരിനെ ഉടനെ കസ്റ്റഡിയിൽ വേണ്ട ആവശ്യം, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജാമ്യം ലഭിക്കരുത് എന്ന നിലപാട് പോലീസിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും കോടതി അല്പസമയത്തിനകം വാദം തുടങ്ങും. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ബി രാമൻപിള്ളയെയാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ തൻ്റെ വക്കീലായിട്ട് ഹാജരാക്കിയിരിക്കുന്നത്. എങ്ങനെയും ജാമ്യത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ലക്ഷ്യം. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് താൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊന്നും ആ ദ്വയാർത്ഥ പ്രയോഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. തൻ്റെ വാക്കുകൾ കേട്ടിട്ട് അത് മറ്റുള്ളവർ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് അതിനകത്തെ എപ്പോഴും അങ്ങനെയാണ് ഒരാൾ പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗമാണോ എന്ന് അയാൾക്ക് നല്ല ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, പലപ്പോഴായി അധിക്ഷേപിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കുന്നത് കേട്ടു നിൽക്കുന്നവർക്കാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അത് കേസിലേക്ക് കലാശിച്ചതും. നമുക്ക് ശ്യാം പ്രസാദ് തുടരുന്നുണ്ട് അവിടെ നിന്നും. ശ്യാം, ഏറ്റവും കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു കേസായി വേണം ഇതിനെ കാണാനെന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്, പ്രത്യേകിച്ചും സൈബർ ഇടങ്ങളിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത്തരത്തിൽ ഒരു നടി വളരെ ആർജവത്തോടെ രംഗത്ത് വരുന്നു, പരാതി നൽകുന്നു. തുടർന്ന് ഞൊടിയിടയിൽ തീരുമാനങ്ങൾ എടുക്കുകയാണ്. വാഹനത്തിൽ റിസോർട്ടിലേക്ക് പോവുകയായിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത് കൊച്ചി സെൻട്രൽ പോലീസ്. തുടർ നടപടികളിലേക്ക് ഇതാ കടക്കുന്നു. ഇത് ഇത്തരത്തിൽ മോശം കമന്റുകൾ ഇടുന്നവർക്ക്, സ്ത്രീത്വത്തെ മോശമായി കാണുന്നവർക്കൊക്കെ ഒരു വലിയ പാഠം തന്നെയല്ലേ ശ്യാം?
തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഈ കേസിൻ്റെ തുടക്കം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഘട്ടം വരെ അതിവേഗത്തിൽ തന്നെയാണ് പോലീസ് അതിൻ്റെ ഓരോ കാര്യങ്ങളും നീക്കിയിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് നടി പരാതി നൽകുന്നത്. അന്നേ രാത്രി തന്നെ അന്വേഷണ സംഘം ഈ കേസിലെ പ്രതിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ തേടി ഇറങ്ങുന്നു. വയനാട്ടിൽ ചെല്ലുന്നു. വയനാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് അതിവേഗം തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പുലർച്ചയോടുകൂടി മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഇപ്പോഴിതാ ഉച്ചയ്ക്ക് 12:45 കോടതിയിൽ ഹാജരാക്കുന്നു. ഇതിനിടയിലെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹണി റോസ് ഈ പറയുന്ന മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമൊഴി നൽകുന്നു. ഈ രഹസ്യമൊഴി പോലീസ് അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന് ശേഖരിക്കുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കസ്റ്റഡി ആപ്ലിക്കേഷനിൽ വെച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പോലീസ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇത്തരം കേസുകളിൽ കൃത്യമായ രീതിയിൽ ഒരു നടപടി ആവശ്യമാണ്. അത് ഒരു മാതൃകയായിരിക്കണം. ആ മാതൃക തുടർന്നങ്ങോട്ട് മറ്റാരും തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശമായ ഒരു നിലപാടായിരിക്കണം. അതിന് ഉള്ള ഒരു മാതൃകയായിട്ട് ഈ കേസ് മാറണം എന്നത് തന്നെയാണ് പോലീസിൻ്റെ നിലപാട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് ഇത്രയും വേഗം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതേ ഘട്ടത്തിൽ മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുന്നതിനോ മറ്റോ ഒന്നും തന്നെ പോലീസ് ബന്ധപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ ബന്ധപ്പെടുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താൻ നേരത്തെ തന്നെ പോലീസിന് മുമ്പിൽ ഹാജരാകുമായിരുന്നു. അങ്ങനെ ഹാജരായി ഈ കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ കാര്യം താൻ വിശദീകരിക്കുമായിരുന്നു. അപ്പോഴും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെ ഇരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുലർച്ചെ ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, താൻ പറഞ്ഞ വാക്കുകളിൽ മറ്റ് തെറ്റൊന്നുമില്ല. ആ വാക്കുകൾ മറ്റാളുകൾ അത് ദ്വയാർത്ഥത്തിലെടുത്ത് അത് പ്രയോഗിച്ചതാണ്. അല്ലാതെ താൻ അത്തരത്തിൽ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഉറച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലോ ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള ഇതിലോ ഒരു തരത്തിലുള്ള മാറ്റവും കാണാനും കഴിയുന്നില്ലായിരുന്നു. അദ്ദേഹം ആ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ കോടതി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ പരിഗണിക്കും. ശരി ശ്യാം. അരുൺ ശങ്കർ, കേസ് എപ്പോഴാണ് പരിഗണിക്കുക? ഇനി അല്പസമയം കൂടിയേ അതിന് ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. കേസ് ഉടൻ തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ തൻ്റെ അഭിഭാഷകരുമായിട്ട് സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി ഇരിക്കും. അതിനുശേഷം ഈ കേസിലെ വാദം കേൾക്കും. നേരത്തെ ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രോസിക്യൂഷൻ്റെ പ്രധാന ആവശ്യം ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ജാമ്യം നൽകണമെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ പ്രതിഭാഗം ഉന്നയിക്കും. കേരളത്തിലെ പ്രമുഖ അഭിഭാഷകൻ ബി രാമപിള്ളയാണ് തൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. താൻ നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറയാൻ സാധ്യതയുള്ള വാദങ്ങൾ, ഈ കേസിൽ പോലീസ് തിടുക്കപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്തു. തനിക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് താൻ ഹാജരായി തൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമായിരുന്നു എന്നൊരു വാദമായിരിക്കും മുന്നോട്ട് വെക്കാൻ പോവുക. താനോടൊപ്പം തന്നെ നാടുവിട്ട് പോകുന്ന ആളല്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാദമായിട്ട് ഉന്നയിക്കും. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഇത് തീരുമാനമെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല, ഇതൊരു പൊതു വിഷയമാണ്. നാട്ടിലെ പലരും സെലിബ്രിറ്റികളായിട്ടുള്ള ഒരുപാട് പേർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ അധിക്ഷേപം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് സമൂഹ മാധ്യമങ്ങളുടെ ലൈംഗിക അധിക്ഷേപത്തിന് ഇരയാവുക എന്നുള്ളതാണ്. അത്തരം ഇരയാകുന്ന ആൾക്കാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഹണി റോസ് തുടങ്ങി വെച്ച നിയമ പോരാട്ടം. കാരണം ഇതിൽ പരാതി നൽകി കഴിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്ന് വേണം പറയാൻ അരുൺ ശങ്കർ. ഇതൊരു നല്ല തുടക്കം തന്നെയാണ്. സ്ത്രീകൾ നേരിടുന്ന അധിക്ഷേപങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ഒരു മാതൃകാപരമായ നടപടി ഉണ്ടായത് വളരെ ആശ്വാസമാണ്.